ഫ്രണ്ട്സ്, നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂന്തൽ റോസ്റ്റ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും ചെയ്യാം. ഞാനിന്നിവിടെ കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടി 250 ഗ്രാം കൂന്തൽ ചെറുതായി കട്ട് ചെയ്തത്, ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, ചെറിയുള്ളി കുറച്ച് ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 6 വലിയ പച്ചമുളക്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ, ഉപ്പ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ കുക്കറിലേക്ക്, കുക്കറോ പാനോ നോൺ സ്റ്റിക്കിൻ്റെ പാനോ നിങ്ങൾക്ക് വേണേൽ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിന്നിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള, ചെറിയുള്ളി, ഈ രണ്ടും നന്നായി വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരണം. ഇതുവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് മതിയാവും. നന്നായി ഇളക്കി യോജിപ്പിക്കും. ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇത് നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം.
സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.